കൊച്ചേ, എന്തോന്നായിരുന്നു നിന്റെ പേര് പറഞ്ഞത്? ചന്ദ്ര. ആ, ചന്ദ്രനാണെങ്കിലും സൂര്യനാണെങ്കിലും ഞാൻ ആശുപത്രി ഇട്ടിരുന്ന ഡ്രസ്സുകൾ താഴെ കിടപ്പുണ്ടേ, എല്ലാം ഒന്ന് കഴുകിയിടണം. ആര്? നീ തന്നെ, അല്ലാതെ ആര്? നീ അല്ലേടി ഈ വീട്ടിലെ ജോലിക്കാരി? അപ്പൊ നീ വേണ്ട ഇതൊക്കെ ചെയ്യാൻ? ഞാൻ ഈ വീട്ടിലെ ജോലിക്കാരിയൊന്നും അല്ല. ഞാൻ നിങ്ങളുടെ അനിയന്റെ ഭാര്യ. ആരുടെ? അനിയന്റെ. ആണോ? നിന്നോട് ആരടി പറഞ്ഞു എനിക്ക് അനിയനുണ്ടെന്ന്? വേണ്ടാതീനം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് നിന്റെ പുറഞ്ഞാൻ പൊളിക്കും. നിങ്ങളെന്നെ തല്ലിയല്ലേ? അയ്യോ, വിഷമമായോ? അയ്യോ സോറി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ ഭാഗത്തല്ലേ ഞാൻ അടിച്ചത്? സോറി കേട്ടോ. അയ്യോ, എന്തോരം നൊന്ത് കാണും. ഇപ്പുറത്തെ ഭാഗത്തിനാണെങ്കിൽ അടി കിട്ടാത്തതിന്റെ സങ്കടം കാണുമല്ലേ? എപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്യണം. പന്തിയില് പക്ഷഭേദം പാടില്ല. നീ അലക്കുന്നോ അതോ ഞാൻ വെട്ടുകത്തി എടുക്കണോ? ആ, അങ്ങനെ മോള് വഴിക്കുവാ. അല്ല, നീ എങ്ങനെ അലക്കാൻ പോകുന്നേ? വാഷിംഗ് മെഷീനിലിട്ടാണോ? അതെ. അപ്പൊ കറണ്ട് ചെലവാവില്ലേ? വൈദ്യുതി അമൂല്യമാണെന്നല്ലേ പറയാറ്? നീ കല്ലിലിട്ട് തല്ലി അലക്കാ മതി. എനിക്കൊന്നും പറ്റില്ല അങ്ങനെ അലക്കാൻ. പുറത്തിട്ട് ചവിട്ടണോ? ആ, അല്ലെങ്കിൽ വേണ്ട, തല തല്ലി പൊളിക്കാം. പിന്നിക്കൂടെ വന്ന ഓരോ അറ്റയടി. വെറുതെ ഭ്രാന്ത് പറഞ്ഞാലുണ്ടല്ലോ. എനിക്കങ്ങനെ അലക്കി ശീലമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയല്ലേ അങ്ങ് ശീലമാവുന്നത്. ഞാൻ പഠിപ്പിച്ചു തരാം. വാ വാ വാടി, ഇങ്ങോട്ട് വരാൻ. വിടു. അപ്പച്ചി, അപ്പച്ചി. ആ, എന്താ മോളെ? അപ്പച്ചിക്ക് ഇലയിട ഉണ്ടാക്കാൻ അറിയോ? അറിയാം. ആർക്കാ മോളെ? എത്ര സമയം വേണ്ടി വരുമോ അത് ഉണ്ടാക്കാൻ? അത് പെട്ടെന്നുണ്ടാക്കാം. വേറൊന്നും അല്ല, വിശാലിന് അട വലിയ ഇഷ്ടമല്ലേ? ഓ, അവന് വേണ്ടിയായിരുന്നോ അടാ? ഞാനും ആലോചിക്കായിരുന്നു, നിനക്ക് ഇത്തരം സാധനങ്ങളൊന്നും ഇഷ്ടമല്ലായിരുന്നല്ലോ. ഇഷ്ടങ്ങൾ എപ്പോ വേണമെങ്കിലും മാറാലോ ഡാഡി. ഭക്ഷണശീലങ്ങൾ മാറുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതുപോലെയല്ല മറ്റു കാര്യങ്ങൾ. അതെനിക്ക് മാത്രം തോന്നിയ പോരല്ലോ. ക്ഷമ ഒരുതരം പ്രാർത്ഥനയാണ്. അത് ആചരിക്കുന്നവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ക്ഷമയുടെ നെല്ലിപ്പലകയും കണ്ടു കഴിഞ്ഞു. ഇനി പോകാൻ ഒരിടവും ഇല്ല. അപ്പോഴോ? എല്ലാം ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുന്നവരെയാണ് ആളുകൾക്ക് ഇഷ്ടം. എന്നുവെച്ചാ ആത്മാഭിമാനം പണയം വെക്കണമെന്ന്. അത് നടക്കില്ല ഡാഡി. അക്കാര്യത്തിൽ ഞാൻ ഡാഡിയുടെ മോളല്ല, അമ്മയുടെ മോളാ. എന്തിനാ വീണ്ടും വഴക്കിടുന്നേ? ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞാ നിനക്ക് മിണ്ടാതിരുന്നൂടെ? ബ്ലേഡ് കൊണ്ട് ചങ്കിലൊരു വര വരച്ച എന്ത് ചെയ്യോ അപ്പച്ചി? രക്തം വരുമെന്ന് പറയാൻ പറ്റുമോ? ഒരു ശബ്ദം ഉണ്ടാകാൻ രണ്ട് കൈയും കൂട്ടിയടിക്കണമെന്ന് പറയാറില്ലേ? അതുപോലെ തന്നെ ഒത്തുതീർപ്പും. രണ്ട് കൂട്ടരും മനസ്സ് വെക്കണം. ഒരാളത് ആഗ്രഹിക്കുകയും മറ്റേ ആള് സമ്മതിക്കാതെ തോന്നിയ പോലെ നടക്കുകയും ചെയ്താൽ എന്ത് ചെയ്യും? നിന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. പിന്നെ വിശാൽ, ആ പേര് ഈ വീട്ടിൽ ആരും ഉച്ചരിച്ചു പോരുത്. അതെനിക്കിഷ്ടമല്ല. വിശാൽ ഇപ്പൊ ഇങ്ങോട്ട് വരും, ആര് തടഞ്ഞാലും ഇല്ലെങ്കിലും. കഴിഞ്ഞോ മോളെ? ഇല്ല. ക്ഷീണിച്ചായിരുന്നോ?
ചായ വേണോ?